ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് മിറാജ് നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ മിറാജ് നോമ്പിൻ്റെ നോമ്പ് തുറക്കുന്നതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടായ പപ്പങ്ങായി ജ്യൂസ് അടിക്കാനാണ്. അപ്പോൾ പപ്പങ്ങായ എടുത്തിട്ട് അതിൻ്റെ പൾപ്പാക്കിയിട്ടിട്ടു, പിന്നെ കുറച്ച് ക്യാരറ്റ് ഇട്ട്, പിന്നെ അതിലേക്ക് വേണ്ട ഷുഗർ ഇട്ടു. പിന്നെ ഓപ്ഷനായിട്ട് പാല് അല്ലെങ്കിൽ പാൽപ്പൊടി ചേർക്കാവുന്നതാണ്. അതും ചേർത്തിട്ട് നല്ല 2 ഏലക്കായ ഇട്ടിട്ട് ജ്യൂസ് അടിച്ചു. പിന്നെ അതൊരു ജാറിലാക്കിട്ടോ അതിലേക്ക് ആവശ്യമായ വെള്ളവും ഒഴിച്ചിരുന്നു. പിന്നെ അടുത്ത വിഭവത്തിലേക്ക് കടന്നു. ഇന്ന് നെയ്പ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി പുട്ടാണത്. എന്നിട്ട് ഉണ്ടയാക്കി അതിനെ പരത്തിയിട്ട് എണ്ണയിലിട്ടു. നെയ്പ്പത്തലിൻ്റെ കൂടെ കോഴിക്കറിയാണ് ഉണ്ടായിരുന്നത്. കോഴിക്കറിയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം നമ്മൾ സ്കൂളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നെയ്പ്പത്തൽ നല്ല പാങ്ങ് മൊരിഞ്ഞിട്ട് അരപ്പപ്പട്ടയിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ ഫ്രൂട്ട്സും എല്ലാം കട്ട് ചെയ്തിട്ട് മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തു. അതിൻ്റെ കൂടെ ജ്യൂസും വെച്ചു, നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു. അതൊക്കെയാണ് വിശേഷം. അപ്പം നമുക്ക് ബാങ്ക് കൊടുത്തിട്ട് നോമ്പ് തുറന്നു. അത് ഞാൻ നോമ്പ് തുറന്നിട്ട് ആദ്യം കഴിച്ചത് തന്നെ നെയ്പ്പത്തിലാണ്. അത്രക്കും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കാണുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ചെമ്മീനും ഫ്രൈ ചെയ്തിട്ട് വെച്ചിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കിഴങ്ങ് കൊണ്ട് അപ്പം ചുട്ടു കേട്ടോ. കിഴങ്ങ് കടലമാവിൽ മുക്കിയിട്ടാണ് പൊരിക്കുന്നത്. പൊരിക്കുന്നത് മാത്രമേ എടുക്കാൻ പറ്റിയുള്ളൂ. പൊരിച്ചിട്ട് അപ്പച്ചട്ടിയിൽ നിന്ന് അരപ്പപ്പട്ടയിലേക്ക് ഇടുമ്പോൾ തന്നെ എല്ലാവരും കൈ വന്നിട്ട് എല്ലാവരും തിന്നു കേട്ടോ. അതുകൊണ്ട് വീഡിയോ അത്ര കിട്ടിയിട്ടാണ് അപ്പത്തിൻ്റെ. പിന്നെ നെയ്പ്പത്തലെല്ലാം ചുട്ട് കഴിഞ്ഞു കേട്ടോ. ഇത് അവസാനം ബാക്കി വന്ന അപ്പത്തിൻ്റെയാണ്. അതേ മാത്രമേ എടുക്കാൻ പറ്റിയുള്ളൂ. പിന്നെ ചായ ഉണ്ടായിരുന്നു, പിന്നെ നെയ്ച്ചോറ്, പിന്നെ ജ്യൂസ്, പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ്, നെയ്പ്പത്തിരി, കോഴിക്കറി, പിന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്തത്. ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് തിന്നാൻ. അതിൽ ഞാൻ നെയ്പ്പത്തലും കറി എടുത്തിരുന്നു കേട്ടോ. അതിനോട് ചെമ്മീൻ്റെ ഫ്രൈയും എടുത്തിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ മിറാജ് നോമ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.